ഞാനും നീയും ഒന്നാണേ. ഭാഗം 19. അവളുടെ അവസ്ഥ മനസ്സിലായതുപോലെ അവളുടെ കൂട്ടുകാർ ആർച്ചയുടെ കയ്യിൽ പിടിച്ചു. വേണ്ട, ഇപ്പോൾ പ്രതികരിക്കാൻ നിൽക്കണ്ട, എല്ലാവരും ഉണ്ട്, ദീപ്തി അവളുടെ ചെവിയിൽ പറഞ്ഞു. വാ, അവിടെ തന്നെ നിൽക്കുന്ന എന്താ, ഇങ്ങോട്ട് വാ, സീതാലക്ഷ്മി വിളിച്ചു. അവർ ബാഗെല്ലാം അവിടെ തന്നെ വച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് വന്നു. എന്നാൽ വരുമ്പോൾ ആർച്ചയുടെ നോട്ടം സൂര്യനിൽ ആയിരുന്നു. മാനസിയോടും മയൂരിയോടും എല്ലാം സംസാരിച്ച് ചിരിക്കുന്ന സൂര്യനെ അവൾ അത്ഭുതത്തോടെയാണ് നോക്കിയത്. എല്ലാവരും ഒരുമിച്ച് ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണം കഴിക്കാൻ പറ്റാതെ ആർച്ച സൂര്യനെയും മയൂരിയെയും നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും കൂടി പാട്ടും ഡാൻസും എല്ലാമായി. എല്ലാവരും ഒരേ സ്വരത്തിൽ മയൂരിയുടെ പാട്ട് വേണമെന്ന് പറയുമ്പോൾ സൂര്യൻ ഒന്നും മിണ്ടാതെ ഇരുന്നതേയുള്ളൂ. അവൻ്റെ മനസ്സിലും അതിയായ ആഗ്രഹമുണ്ടായിരുന്നു അവളുടെ പാട്ട് കേൾക്കാൻ. അവൾ മനോഹരമായി തന്നെ പാടി. പുലർനിലാ ചില്ലയിൽ കുളിരിടും മഞ്ഞിൻ്റെ പൂവിതൾ തുള്ളികൾ പെയ്തതാവാ, അലയുമീ തെന്നലിൻ കരളിലെ തന്തിയിൽ അലസമാം കൈവിരൽ ചേർത്തതാവാ, മിഴികളിൽ കുറുകുന്ന പ്രണയമാം പ്രാവിൻ്റെ ചിറകുകൾ മെല്ലെ പിടഞ്ഞതാവാം, മിഴികളിൽ കുറുകുന്ന പ്രണയമാം പ്രാവിൻ്റെ ചിറകുകൾ മെല്ലെ പിടഞ്ഞതാവാം, താനേ തുറക്കുന്ന ജാലകച്ചില്ലിൽ നിൻ തെളിനിഴൽ ചിത്രം തെളിഞ്ഞതാവാം. അവൾ പാടിക്കഴിഞ്ഞതും എല്ലാവരും കൈയടിച്ചു. അല്ല, ഇവിടെ ഒരു പുതിയ കുട്ടി പാടി, ചേച്ചിയും പാടി. എന്നാ പിന്നെ ഇനിയൊരു ഗായകനുണ്ടല്ലോ ഇവിടെ, അവനെന്താ പാടാത്തത്? ചോദ്യം കേട്ട് എല്ലാവരും തിരിഞ്ഞു നോക്കിയപ്പോൾ വാതിക്കൽ നിൽക്കുന്ന ജയദേവനെയാണ് കാണുന്നത്. നീ എന്താ ഇവിടെ എന്ന് ചോദിച്ചുകൊണ്ട് സൂര്യൻ എഴുന്നേറ്റ് അവൻ്റെ അടുത്തേക്ക് വേഗം ചെന്നു. അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഈ കുട്ടി നന്നായിട്ട് പാടി, ജയദേവൻ വന്ന് മയൂരിയോട് പറഞ്ഞു. സൂര്യൻ മയൂരിയുടെ മുഖത്തേക്ക് നോക്കി. അവൾ ജയദേവനെ മനസ്സിലാവാത്തതുപോലെ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. ഞാൻ ആരാണെന്ന് മനസ്സിലായില്ലല്ലേ? എൻ്റെ പേര് ജയദേവ്. ഞാൻ ദേ ഈ സൂര്യനാരായണൻ്റെ ഒരേ ഒരു കൂട്ടുകാരനാണ്. ഒരേ ഒരു കൂട്ടുകാരൻ. അത് എടുത്തു പറഞ്ഞപ്പോൾ എന്താണെന്ന് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. ഇവന് അങ്ങനെ കൂട്ടുകാരാരുമില്ല, ആകെ കൂടിയുള്ള ഒരു കൂട്ടുകാരനാണ് ഞാൻ. എന്നിട്ട് ഇവൻ എന്നെ ഹൈദരാബാദിലുള്ള അവൻ്റെ കമ്പനിയിൽ കൊണ്ടുപോയിട്ട് കൊലപ്പണി ചെയ്യിപ്പിക്കുന്നു. ഒരു ലീവ് പോലും എനിക്ക് തന്നിട്ടില്ല. എന്നിട്ട് ഇപ്പോൾ എൻ്റെ വീട്ടിലേക്ക് ഞാൻ ഒരാഴ്ചത്തെ ലീവ് ചോദിച്ചപ്പോൾ ഇവൻ തന്നില്ല. പക്ഷേ ഞാൻ ഹെഡ് ഓഫീസിലേക്ക് വിളിച്ചു, ലീവ് തന്നു. ജയദേവൻ പറയുമ്പോൾ സൂര്യൻ അച്ഛനെ ഒന്ന് നോക്കി. നീ അങ്കിളിനെ നോക്കി പേടിപ്പിക്കണ്ട. ശരി, നിനക്ക് അച്ഛൻ എന്തു പറഞ്ഞ ലീവ് തന്നത്? നീ എന്തു പറഞ്ഞ ലീവ് എടുത്തത്? നിനക്കൊരാഴ്ച വീട്ടിൽ പോകണമെന്ന്. പിന്നെ നീ എന്താ ഇവിടെ? ഇവിടെയെന്നോ? ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ അമ്മ ഞാൻ ചെല്ലാൻ കാത്തു നിൽക്കുന്നത് പോലെ പറമ്പെല്ലാം ക്ലീൻ ചെയ്യാൻ പറഞ്ഞു എന്നോട്. ഒരു പണിക്കാരനെ വിളിക്കാമെന്ന് ഞാൻ പറഞ്ഞതാ. അപ്പം പറയാ, പുറത്തുനിന്ന് ആളുകളെ വിളിച്ചാൽ ശരിയാകില്ല, നമുക്ക് 2 പേർക്കും കൂടി ചെയ്യാമെന്ന്. നീ വരാൻ വേണ്ടി കാത്തു നിന്നതാണെന്ന്. പിന്നെ ഇവൻ്റെ അടിമപ്പണി കഴിഞ്ഞ് വരുമ്പോഴാ അമ്മയുടെ കൊലപ്പണി. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ദേ അങ്കിളിനെ ചുമ്മാ ഒന്ന് വിളിച്ചു നോക്കിയതാ. നമ്മുടെ സിംഗപ്പൂരുള്ള ഓഫീസിലേക്ക് അർജൻറ്റായിട്ട് മാനേജറോട് ചെല്ലാൻ അങ്കിൾ വിളിച്ചു പറഞ്ഞു. എന്നാൽ പിന്നെ വീട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ സിംഗപ്പൂരെങ്കിൽ സിംഗപ്പൂർ, ഒരാഴ്ച സിംഗപ്പൂരൊന്ന് കറങ്ങാലോ എന്ന് വിചാരിച്ച് ആ ജോലി ഞാൻ ഏറ്റെടുക്കാം എന്ന് വിചാരിച്ച് അങ്കിളിനെ വിളിച്ചപ്പോൾ പറയുകയാണേ, ഞങ്ങൾ ഫാമിലി ടൂർ വന്നിരിക്കുകയാണെന്ന്. പിന്നെ സിംഗപ്പൂരൊക്കെ കളഞ്ഞു ഞാൻ ദേ ഇങ്ങോട്ടെത്തി. എന്നെ വിളിക്കാതെ ഒരു ഫാമിലി ടൂറോ? സമ്മതിക്കില്ല ഞാൻ. അവൻ പറയുന്നത് കേട്ടതും സൂര്യൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും ചിരിച്ചു. സൂര്യൻ അവനെ തന്നെ നോക്കി നിന്നു. നീ അവിടെയുള്ള ധൈര്യത്തിലാണ് ഞാൻ ഇങ്ങോട്ട് പോന്നത്, സൂര്യൻ പറഞ്ഞു. അയ്യോ, എന്നെ കണ്ടുകൊണ്ട് നീ ഒരുപാട് ധൈര്യം വയ്ക്കണ്ട. ഞാനേ നിന്നെ കണ്ടിട്ടുള്ള ധൈര്യത്തിലാണ് നടക്കുന്നത്. നീ എന്താ എന്നോട് ഊട്ടിയിലേക്ക് വരുന്ന കാര്യം പറയാഞ്ഞത്? എന്തിനു ഞാൻ പറയണം?
ഞാൻ ഓഫീസ് ആവശ്യത്തിനായിട്ട് വന്നതാണ്. ഇതാണോ നിന്റെ ഓഫീസ് ആവശ്യം എന്ന് പറഞ്ഞുകൊണ്ട് ജയദേവൻ എല്ലാവരെയും കാണിച്ചു കൊടുത്തു. അതല്ല, ഞാൻ നമ്മുടെ പുതിയ വില്ല പ്രൊജക്റ്റിൻ്റെ ഇൻറ്റീരിയൽ വർക്കുമായിട്ട് വന്നതാണ്. അപ്പോൾ കുട്ടികൾക്ക് എല്ലാവർക്കും വെക്കേഷനല്ലേ, 2 ദിവസം ഇവിടെ നിൽക്കാമെന്ന് മുത്തശ്ശിക്ക് ഒരാഗ്രഹം. അങ്ങനെ വന്നതാ ഇവരെല്ലാവരും. സൂര്യൻ പറഞ്ഞു. ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഞാനും ഒരു മനുഷ്യനാണ്. എനിക്കും വേണം റെസ്റ്റ്, എനിക്കും വെക്കേഷൻ വേണം. നീ അതെന്താ ചിന്തിക്കാത്തത്? ജയദേവൻ പറഞ്ഞുകൊണ്ടിരുന്നു. ഓ ശരി, സമ്മതിച്ചു. വന്നില്ലേ? സൂര്യൻ അവൻ്റെ സംസാരം ഇഷ്ടപ്പെടാത്ത രീതിയിൽ പറഞ്ഞു. വന്നു, പക്ഷേ എനിക്ക് എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ ഒരു കാര്യം കൂടി പറയാനുണ്ട്, പ്രത്യേകിച്ച് അങ്കിളും കൂടി ഇരിക്കുമ്പോൾ, ജയദേവൻ പറഞ്ഞു. എന്ത്? സൂര്യൻ ചോദിച്ചു. അത് പിന്നെ ഞാനിനി ഹൈദരാബാദിലേക്കില്ല. എനിക്ക് ഇവിടുത്തെ ഓഫീസിലേക്ക് മാറ്റം വേണം. എനിക്ക് പറ്റില്ല ഹൈദരാബാദ് കിടന്ന് കഷ്ടപ്പെടാൻ. മനുഷ്യനെ മര്യാദക്ക് ഒന്ന് സംസാരിക്കാൻ പറ്റുമോ? അങ്കിളെ, എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. എടാ, നീ ഹൈദരാബാദ് കിടക്കുന്നത് എന്തിനാ? നിനക്ക് നടന്നാ പോരെ? വേദദേവ് ചോദിച്ചപ്പോൾ അയ്യോ ഒരു ചളി. ആളിയനാണെന്നൊന്നും ഞാൻ നോക്കില്ല, എൻ്റെ വായിലിരിക്കുന്നത് കേൾക്കൂട്ടോ. എൻ്റെ പെങ്ങളെ ഓർത്തിട്ടാ ഞാൻ എന്ന് പറഞ്ഞ് ജയദേവ് സൂര്യൻ്റെ അച്ഛനെ നോക്കി. എന്താ അങ്കിളെ തീരുമാനം? ഞാൻ ഇനി തിരിച്ച് ഹൈദരാബാദിന് പോകില്ല. അവൻ പറയുന്നത് കേട്ട് അവർ ചിരിച്ചു. ആ ശരി ശരി, നീ ഇനി പോകണ്ട. സൂര്യ നമ്മുടെ ഇവിടുത്തെ മാനേജറെ അങ്ങോട്ട് വിട്ടേക്ക്. അയാൾ കുറച്ച് നാളായി എന്നോട് ഹൈദരാബാദ് പോകണമെന്ന് പറയുന്നത്. അയാളുടെ വൈഫ് ഹൈദരാബാദിലെ ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങോട്ട് പോയിക്കോട്ടെ. ഇവിടുത്തെ കാര്യങ്ങൾ ജയൻ നോക്കട്ടെ. അവൻ നോക്കും, പക്ഷേ വേറെ ചിലരെയാണെന്ന് മാത്രം എന്ന് പറഞ്ഞ് സൂര്യൻ നോക്കിയത് മാനസിയായിരുന്നു. മാനസി തല കുനിച്ചിരിക്കുകയാണ്. നിന്നോട് ഞങ്ങൾ ഊട്ടിയിലുണ്ടെന്ന് ആരാ പറഞ്ഞത്? സൂര്യൻ ചോദിച്ചു. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ആരോ പറഞ്ഞു. അങ്ങനെയല്ലേ പറഞ്ഞത്? നീ ആര് പറഞ്ഞു എന്ന് വ്യക്തമായി പറഞ്ഞിരുന്നു. അതാരാണെന്ന് ഓർത്തു നോക്കിയേ. സൂര്യൻ ജയദേവനെയും മാനസിയെയും മാറി മാറി നോക്കിക്കൊണ്ട് പറഞ്ഞു. പിന്നെ സൂര്യൻ അച്ഛനെ നോക്കി. അച്ഛൻ പുഞ്ചിരിച്ചുകൊണ്ട് 2 കണ്ണും അടച്ചു കാണിച്ചു. പോട്ടേടാ, അച്ഛൻ ചുണ്ടനക്കി പറഞ്ഞു. മാമൻ പറഞ്ഞു, മുത്തച്ഛൻ ഞാൻ പറഞ്ഞതെന്ന്, നമ്മൾ ഇവിടെയുണ്ടെന്ന് ധരൻ പറഞ്ഞു. കണ്ട എൻ്റെ അനന്തരവൻ പറയുന്നത് ശരിയാ. എന്നോട് അങ്കിളാ പറഞ്ഞത്, ഞാൻ പെട്ടെന്ന് മറന്നുപോയി. ജയദേവൻ പറഞ്ഞു. മോനെ, നീ ചെന്നൊന്ന് ഫ്രഷായിട്ട് വാ. ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നതല്ലേ? സൂര്യൻ്റെ അമ്മ പറഞ്ഞു. അതെ ആൻറ്റി, നല്ല വിശപ്പുണ്ട്. കയറി വന്നപ്പോൾ ഇവിടെ നന്നായി പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു. അല്ല, ഇവൻ്റെ പാട്ട് കഴിഞ്ഞോ? ജയദേവൻ സൂര്യനെ നോക്കിക്കൊണ്ട് പറഞ്ഞതും സൂര്യൻ അവനെ നോക്കി പല്ല് കടിച്ചു. ശരിയാണല്ലോ, ഈ യാത്രയിൽ സൂര്യൻ്റെ പാട്ട് നമ്മളാരും കേട്ടില്ലല്ലോ. മുത്തശ്ശി പറഞ്ഞതും സൂര്യൻ മുത്തശ്ശിയെ നോക്കി. അങ്ങോട്ടും ഇങ്ങോട്ടും തലയണക്കി. എന്താ? മുത്തശ്ശി അവനോട് പുരികം പൊക്കിക്കൊണ്ട് ചോദിച്ചു. അതെ, പെട്ടെന്ന് ക്ലൈമറ്റ് ചേഞ്ച് ചെയ്തുകൊണ്ടേ എനിക്ക് നല്ല തോട്ട് പെയിൻ ഉണ്ട്, അതുകൊണ്ട് പാടാൻ പറ്റില്ല. സൂര്യൻ പറഞ്ഞു. അതാണോ? എന്നാ പിന്നെ പാടിയാൽ മതി കേട്ടോ, മുത്തശ്ശി പറഞ്ഞു. മുത്തശ്ശിക്ക് അവൻ്റെ സംസാരത്തിലും നോട്ടത്തിലും എന്തോ സംശയം തോന്നിയിരുന്നു. എന്തായാലും മയൂരിയുടെ പാട്ട് നന്നായിട്ടുണ്ട്, ജയദേവൻ പറഞ്ഞു. അല്ല, ഈ കുട്ടിയുടെ പേര് മയൂരിയാണെന്ന് നിനക്കെങ്ങനെ അറിയാം? അർജുൻ ചോദിച്ചതും ജയദേവ് സൂര്യനെ നോക്കി. പറയ് എന്നുള്ള ഒരു എക്സ്പ്രഷൻ ആയിരുന്നു സൂര്യൻ്റെ മുഖത്ത്. ജയദേവ് മാനസിയെ നോക്കി. അതെ, അത് ഞാൻ ഇങ്ങോട്ട് കയറി വന്നപ്പോഴേ മയൂരിയുടെ പാട്ട് സൂപ്പർ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഇയാളുടെ പേര് മയൂരിയാണെന്ന് ഞാൻ ഊഹിച്ചതാ, അവൻ പറഞ്ഞു. എന്നാലേ ഞാനേ വേഗം പോയി ഫ്രഷായിട്ട് വരാവേ. സൂര്യ, നീ നമ്മുടെ സ്ഥിരം മുറിയിൽ തന്നെയല്ലേ? ജയദേവ് ചോദിച്ചു. അതെ, പക്ഷേ നീ അവിടെ കിടക്കണ്ട, പോടാ അവിടെ നിന്ന്, ഞാൻ അവിടെ കിടക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഓടിക്കയറി പോകുന്നത് കണ്ടതും എല്ലാവരും ചിരിച്ചു. സൂര്യൻ മാനസിയെ നോക്കി. അവൾ പെട്ടെന്ന് അവൻ്റെ മുഖത്തു നിന്ന് നോട്ടം മാറ്റി. സമയം 9 മണിയുടെ അടുത്തായി. എല്ലാവരും പോയി കിടന്നു. ഇനി തണുപ്പ് കൂടുകയേ ഉള്ളൂ. ഇവിടെ ഇരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ, മുത്തശ്ശി പറഞ്ഞു. എല്ലാവരും മുകളിലേക്ക് പോകുമ്പോൾ, സൂര്യ, എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്, നീ ഫ്രീ ആണോ? ആർച്ച ചോദിച്ചു. അയ്യോ മോളെ,
സൂര്യനെ എനിക്ക് കുറച്ചു നേരത്തെ ആവശ്യമുണ്ടല്ലോ. മോനെ സൂര്യ, നീ എന്നെ ഒന്ന് റൂമിലേക്ക് കൊണ്ടുപോയി ആക്കുവോ? എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. മുത്തശ്ശി സൂര്യനോട് പറഞ്ഞു. ശരി മുത്തശ്ശി, ഞാൻ ദാ വരുന്നു. ആർച്ച, നമുക്ക് നാളെ സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സൂര്യൻ മുത്തശ്ശിയെയും കൊണ്ട് റൂമിലേക്ക് പോയി. അത് കണ്ടതും ആർച്ചയ്ക്ക് ദേഷ്യമായി. നീ വാ, നമുക്ക് നാളെ സംസാരിക്കാം. ഇനി ഇവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട. ദീപ്തി പറഞ്ഞുകൊണ്ട് ആർച്ചയും കൊണ്ട് റൂമിലേക്ക് പോയി. മാനസിയും മയൂരിയും ഭവ്യയും മുകളിൽ ഹാളിൽ ഒരു സോഫയിൽ ഇരിക്കുന്നുണ്ട്. അവരുടെ അടുത്തുള്ള സോഫയിലായി ശ്രീരാഗും കെവിനും ഇരിക്കുന്നുണ്ട്. എനിക്കിനി എവിടെ നിന്ന് ഉറക്കം വരാനാ? രാവിലെ മുതൽ ഉറക്കം തന്നെയല്ലായിരുന്നോ? ഇനി രാത്രി കിടന്നുറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ഭവ്യ പറഞ്ഞു. എന്നാ ഒരു കാര്യം ചെയ്യ് പിള്ളേരെ, ഇവിടെ നമ്മുടെ ഫാക്ടറിയിൽ നൈറ്റ് ഷിഫ്റ്റ് ഉണ്ട്, അങ്ങോട്ട് പോയിക്കോ എല്ലാവരും കൂടി. അപ്പോൾ തിരിച്ചു പോകുമ്പോഴേക്കും അത്യാവശ്യം നിങ്ങളുടെ കാര്യങ്ങൾക്കുള്ള പൈസയും കിട്ടും. ജയദേവൻ പറഞ്ഞുകൊണ്ട് അവരുടെ അടുത്തേക്ക് വന്നു. ഇതേതാ ഈ സാധനം? ഭവ്യ ചോദിച്ചു. ഇത് സൂര്യൻ സാറിൻ്റെ ഏട്ടത്തിയില്ലേ, അതായത് സീതാലക്ഷ്മി, മേഡത്തിൻ്റെ സഹോദരനാണ്, മാനസി പറഞ്ഞു. സീതാലക്ഷ്മി മേഡത്തെക്കാളും മുമ്പ് ജയദേവൻ സാറും സൂര്യൻ സാറുമായിട്ട് നല്ല കൂട്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ വേദവ് സാറും സീതാലക്ഷ്മി മേഡവും തമ്മിൽ പ്രണയിച്ച് വിവാഹം കഴിച്ചതാ. അത് ഈ ജയദേവ് സാറിൻ്റെ വീട്ടിൽ ഓരോ ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ ഇവർ ഫാമിലി എല്ലാവരും ഒരുമിച്ച് പോകും. അങ്ങനെ കണ്ട് പ്രണയിച്ചതാണ് എന്നാണ് അറിഞ്ഞത്, മാനസി പറഞ്ഞു. ജയദേവിനെക്കുറിച്ച് പറയുമ്പോൾ മാനസിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ മയൂരി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ജയദേവൻ വന്നപ്പോൾ മുതൽ മാനസിയെ നോക്കുന്നതും ജയദേവനെയും മാനസിയെയും മാറി മാറി സൂര്യൻ നോക്കുന്നതും അവൾ കണ്ടിരുന്നു. അതെ, ഞാൻ പോയി കിടന്നോട്ടെ. ഇന്ന് ഒരുപാട് നടന്നു, നല്ല ക്ഷീണമുണ്ട്. നാളെ രാവിലെ തന്നെ ഞാൻ കോവിലിലേക്ക് പോകുന്നുണ്ട്. ഇവിടുത്തെ കോവിലിൽ നാളെ ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നാളെ വിശേഷാൽ പൂജ, വർഷത്തിൽ ഒരിക്കൽ മാത്രം ഉണ്ടാകുന്ന പൂജ. ആ പൂജയിൽ പങ്കെടുക്കുമ്പോൾ കിട്ടുന്ന പ്രസാദത്തിൽ ഒരു പ്രത്യേകതരം പുഷ്പമുണ്ട്. ആ പൂവ് കിട്ടുന്നുണ്ടെങ്കിൽ അവർക്ക് സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അങ്ങനെ ആർക്കും അത് കിട്ടാറില്ലത്രേ. അതെന്താ? ഭവ്യ ചോദിച്ചു. അത് പൂജയ്ക്ക് ഉപയോഗിക്കുന്ന സാധാരണ പുഷ്പങ്ങളിൽ ഈ പൂവ് ഒന്നോ രണ്ടോ ഉണ്ടാകുകയുള്ളൂ. എപ്പോഴും ഇത് ദേവിക്ക് പൂജയ്ക്ക് ഉപയോഗിക്കുമ്പോൾ, ദേവിക്ക് സമർപ്പിക്കുമ്പോൾ ദേവി നടയിൽ തന്നെ വീഴും. അത് ദേവി ഒളിപ്പിച്ചു വയ്ക്കുന്നു എന്നാണ് പറയുന്നത്. എന്താണെന്നറിയില്ല. എന്തായാലും ഞാൻ നാളെ രാവിലെ കോവിലിലേക്ക് പോകുന്നുണ്ട്. ഇന്ന് ഫാക്ടറിയിൽ പോയപ്പോൾ എനിക്കൊരു പുതിയ ഫ്രണ്ടിനെ കിട്ടിയെന്ന് പറഞ്ഞില്ലേ, ഗീത. ഗീത രാവിലെ ഇങ്ങോട്ട് വരും എന്നെ കൂട്ടാനായി. ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് പോകുന്നത്. നിങ്ങൾ ആരെങ്കിലും വരുന്നുണ്ടോ? മയൂരി ചോദിച്ചു. ജയദേവ് മാനസിയെ നോക്കിക്കൊണ്ട് കണ്ണ് കാണിക്കുന്നുണ്ട്. ഞാനും വരാം, പെട്ടെന്ന് മാനസി പറഞ്ഞു. ആണോ? അതെ, ഞാനും വരുന്നുണ്ട്. എനിക്കും ഒന്ന് കാണണമല്ലോ. ആ പൂവ് ഏതാണെന്ന്? അത് കേട്ട ജയദേവ് പറഞ്ഞു. എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ട് സൂര്യൻ്റെ റൂമിൻ്റെ വാതിക്കൽ തന്നെ കൈ കെട്ടിക്കൊണ്ട് അവൻ നിൽക്കുന്നുണ്ട്. അയ്യോ ജയദേവ്, നാളെ രാവിലെ തന്നെ നീ ഇവരുടെ ഒപ്പം കോവിലേക്ക് പോവാണോ? പറ്റില്ല കേട്ടോ, നാളെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മീറ്റിംഗ് ഉണ്ട്, അത് രാവിലെ തന്നെ പോകണം, സൂര്യൻ പറഞ്ഞു. അത് കേട്ടതും ജയദേവ് അങ്ങോട്ട് നോക്കി, സൂര്യനെ ദയനീയമായി നോക്കി. പ്ലീസ്, അവൻ പറയുന്നുണ്ട്. അത്യാവശ്യമാണ്, അതുകൊണ്ട് രാവിലെ തന്നെ റെഡിയായി നിൽക്കണം. ഒരു 7 മണിയാവുമ്പോഴേക്കും നമുക്ക് ഇവിടെ നിന്ന് പോകണം, സൂര്യൻ പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് കയറിപ്പോയതും ജയദേവ് മാനസിയെ നോക്കി. നിങ്ങളതൊന്നും കാര്യാക്കണ്ട, നാളെ നമ്മൾ പോകും, ഉറപ്പ്. അവനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് വേഗം സൂര്യൻ്റെ റൂമിലേക്ക് പോയി. എല്ലാവരും കിടക്കാനായി പോയി. എടാ പട്ടി, നീ തിന്നുകയുമില്ല, പശുവിനെ കൊണ്ട് തീറ്റിക്കുകയില്ല എന്ന് പറയുന്നത് പോലെ നീ കാണിക്കുന്നത്. നിനക്ക് പ്രണയം പ്രേമം ഒന്നും ഇഷ്ടമല്ല എന്ന് വിചാരിച്ച് എന്തിനാടാ എൻ്റെ തലയിലേക്ക് കയറുന്നത്? ഞാൻ എന്തായാലും നാളെ പോകും. അവളെ കാണാൻ വേണ്ടിയാ ഞാനിവിടെ വന്നതെന്ന് നിനക്ക് നന്നായിട്ടറിയാം. എന്നിട്ട് പറയുന്നത് കേട്ടെ, എത്ര നാളായി ഞാൻ അവളെ കണ്ടിട്ട്. കഷ്ടമുണ്ട് കേട്ടോ സൂര്യ നീ കാണിക്കുന്നത്. അങ്ങനെ വഴിക്ക് വാ. നിനക്ക് എന്നോട് പറഞ്ഞാൽ പോരായിരുന്നോ? ഞാൻ നിന്നെ വിളിക്കില്ലായിരുന്നോ? അതിന് വളഞ്ഞു മൂക്ക് പിടിച്ചിരിക്കുന്നു. അച്ഛൻ പറഞ്ഞിട്ട് വന്നത് സിംഗപ്പൂർ പോവാൻ പോയി എന്തൊക്കെയായിരുന്നു, സൂര്യൻ പറഞ്ഞു. അത് പിന്നെ ഞാൻ ചുമ്മാ ഒരു ബിൽഡപ്പ് ഇട്ടതല്ലേ. അവൾ കഴിഞ്ഞ ദിവസം അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എന്നെ വിളിച്ചു. അപ്പോൾ തന്നെ ഞാനും അവിടെ നിന്ന് ഇറങ്ങി. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവൾ എൻ്റെ PS ആണ്.
ഓഫീസിൽ വന്ന് കൊഞ്ചിക്കൊഴയാനും എങ്ങാനും നീ വിചാരിച്ച രണ്ടെണ്ണത്തിനെയും രണ്ട് ഭാഗത്തേക്ക് ഇനിയും ഞാൻ മാറ്റും. അറിയാലോ, ഇതിനു മുമ്പ് കൊഞ്ചിക്കുഴൽ കാരണമാണ് ഞാൻ നിന്നെ ഹൈദരാബാദിലേക്ക് മാറ്റിയത്. ഇനി അതിനുള്ളൊരു അവസരം നീ തരരുത്, കേട്ടല്ലോ? സൂര്യൻ പറഞ്ഞു. ഓഫീസ് ടൈം കഴിയുമ്പോൾ സംസാരിക്കാമല്ലോ, ജയദേവ് ചോദിച്ചു. അത് നീ എന്താണെന്ന് വെച്ചാൽ കാണിക്കേ എന്ന് പറഞ്ഞ് സൂര്യൻ കിടക്കാൻ പോയതും, അതെ, നാളെ ഞാൻ അവരുടെ ഒപ്പം കോവിലിൽ പോയിക്കോട്ടെ, ജയദേവ് ചോദിച്ചു. നീ എന്നോട് ചോദിച്ചിട്ടാണോ ഇപ്പോൾ ഉറപ്പായിട്ടും വരുമെന്ന് പറഞ്ഞിട്ട് വന്നത്? സൂര്യൻ ചോദിച്ചു. അത് നീ കേട്ടോ? ആ, കേട്ടു. നീ പൊയ്ക്കോ, നാളെ മീറ്റിംഗൊന്നുമില്ല, ഞാൻ ചുമ്മാ പറഞ്ഞതാ, സൂര്യൻ പറഞ്ഞു. എന്നാൽ നമുക്ക് ഒരുമിച്ച് കോവിലേക്ക് പോകാം. ആ പുഷ്പം അതേതാണെന്ന് അറിയാനുള്ള ഒരു ആഗ്രഹം ജയദേവൻ പറഞ്ഞതും, എന്ത് പുഷ്പോ? എടാ, പുഷ്പമല്ല, പുഷ്പം, സൂര്യൻ പറഞ്ഞു. ഇനി അത് പഠിച്ചിട്ട് വേണം എനിക്ക് പരീക്ഷ എഴുതാൻ. നിനക്ക് കാര്യം മനസ്സിലായല്ലോ? ആ ഫ്ലവർ അത് കാണാൻ ഒരാഗ്രഹം. നീ കൂടി വരുമോ? ജയദേവൻ ചോദിച്ചു. ഞാനൊന്നുമില്ല, എനിക്ക് രാവിലെ ജോഗിങ്ങിന് പോകണം, സൂര്യൻ പറഞ്ഞു. ആയിക്കോട്ടെ, നീ പോയിക്കോ. എന്തായാലും അമ്പലത്തിലേക്ക് നമുക്ക് നടന്നു പോകാം. അപ്പോൾ രണ്ടുണ്ട് ഗുണം. നിനക്ക് ജോഗിങ് നടക്കും, അമ്പലത്തിൽ പോയി എന്ന് അതും ആവും. എന്ത് പറയുന്നു? ജയദേവ് ചോദിച്ചു. ജയ, എനിക്ക് ദേഷ്യം വരുന്നുണ്ടേ, സൂര്യൻ പറഞ്ഞു. പ്ലീസ് കാല് പിടിച്ചിട്ടല്ലേ? അല്ല, ഞാൻ വരണമെന്ന് എന്താ നിനക്കിത്ര നിർബന്ധം? സൂര്യൻ ചോദിച്ചു. അത് പിന്നെ ആ കുട്ടി കൂടെയില്ലേ? അപ്പോൾ ആ കുട്ടിയുടെ കൂടെ മാനസി നടന്നാൽ എനിക്ക് അവളോട് സംസാരിക്കാൻ പറ്റില്ലല്ലോ. നീ കൂടെയുണ്ടെങ്കിൽ ആ കുട്ടിക്ക് നീ കമ്പനി കൊടുക്കുകയാണെങ്കിൽ എനിക്ക് മാനസികമായിട്ട് സംസാരിക്കാമല്ലോ. കുറേ നാളത്തെ വിശേഷങ്ങൾ പറയാനുണ്ട്, ജയൻ പറഞ്ഞു. ഓഫീസിലിരിക്കുമ്പോഴും എപ്പോഴും 24 മണിക്കൂറും അവളുടെ ചെവിയിലിരിക്കുന്ന ആ ബഡിൽ നിന്റെ ശബ്ദം ഞാൻ കേൾക്കാറുണ്ട്, എന്നിട്ട് സംസാരിക്കാറില്ല എന്ന് സൂര്യൻ പറഞ്ഞു. അതിന് ജയൻ ഒന്ന് ചിരിച്ചു കാണിച്ചു. കയറി കിടക്കടാ, നാളത്തെ കാര്യമല്ലേ, ആലോചിക്കാം, സൂര്യൻ പറഞ്ഞു. നീ ആലോചിക്കാമെന്ന് പറഞ്ഞാൽ അത് നടന്നു എന്ന് തന്നെയാണ് ചക്കരെ എന്ന് പറഞ്ഞ് അവൻ്റെ താടിയിൽ പിടിച്ചുകൊണ്ട് വേഗം കയറി കിടന്നു ജയദേവ്. ഇനിയെങ്ങാനും അവൻ്റെ മനസ്സ് മാറിയാലോ എന്ന് വിചാരിച്ചാണ്. സൂര്യനും അവൻ്റെ അടുത്ത് തന്നെ കിടന്നു. സൂര്യൻ കിടക്കുമ്പോഴെല്ലാം ഇന്ന് മയൂരിയും ആയിട്ടുള്ള നിമിഷങ്ങളായിരുന്നു അവൻ്റെ മനസ്സ് മുഴുവനും. അവൾ പാടുന്നത് എല്ലാം അവൻ്റെ മനസ്സിലേക്ക് വന്നു. തനിക്ക് അവളോടുള്ള വികാരത്തിൻ്റെ പേരെന്താണെന്ന് അവന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പ്രണയമാണോ, അല്ലെങ്കിൽ അവളുടെ പാട്ടിനോടുള്ള ഇഷ്ടമാണോ? ഒരു ആരാധികയോട് തോന്നുന്ന ഇഷ്ടം, അത് മാത്രമാണോ തനിക്ക് അവളോട് തോന്നുന്നത്? ഇനി ദത്തേട്ടൻ്റെ മകളായതുകൊണ്ട് ഉള്ള ഒരു ഇഷ്ടമാണോ തനിക്ക് എന്നെല്ലാം സൂര്യൻ്റെ മനസ്സിൽ കിടന്ന് അവൻ ചിന്തിക്കുകയായിരുന്നു. ചിന്തിച്ച് എപ്പോഴോ അവൻ ഉറക്കത്തിലേക്ക് പോയി. രാവിലെ 5:30 ആയപ്പോഴേക്കും മയൂരി എഴുന്നേറ്റു. അവൾ മാനസിയെ വിളിച്ച് എഴുന്നേൽപ്പിച്ചു. അപ്പോഴാണ് ഭവ്യയെ കാണുന്നത്. ഇവളുടെ തല എവിടെയാണാവോ? മാനസി ചോദിച്ചു. ഇന്നലെ രാത്രി കിടന്നപ്പോൾ ഇങ്ങോട്ടായിരുന്നു, പക്ഷേ ഇന്നലെ ഞാൻ വാഷ്റൂമിൽ പോകാൻ വേണ്ടി എഴുന്നേറ്റപ്പോൾ തല അങ്ങോട്ടാ കണ്ടത്, മയൂരി പറഞ്ഞു. അതവിടെ തന്നെ കിടന്നോട്ടെ, എഴുന്നേറ്റിട്ടും പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ, നമുക്ക് വേഗം ഫ്രഷായിട്ട് വരാം എന്ന് പറഞ്ഞ് മാനസി വാഷ്റൂമിലേക്ക് കയറി. മാനസി ഫ്രഷായി ഇറങ്ങിക്കഴിഞ്ഞതും വേഗം മയൂരിയും കയറി. അവർ രണ്ടുപേരും വേഗം ഫ്രഷായി ഇറങ്ങി. പക്ഷേ കോവിലിലേക്ക് പോകാൻ സാരിയൊന്നും കൊണ്ടുവന്നിട്ടില്ലല്ലോ, മാനസി പറഞ്ഞു. എൻ്റെ കയ്യിലുമില്ല, എന്നാൽ പിന്നെ സെൽവാർ ഇടാം അല്ലേ എന്ന് പറഞ്ഞ് രണ്ടുപേരും വേഗം തന്നെ ഭംഗിയുള്ള ഒരു സെൽവാർ എടുത്തിട്ടു. മയൂരി മാനസിയെ ആദ്യമായിട്ടായിരുന്നു ആ വേഷത്തിൽ കാണുന്നത്. എപ്പോഴും ഒഫീഷ്യൽ ഡ്രസ്സുകളിലും ജീൻസിലും ടോപ്പിലും കണ്ടുകൊണ്ടിരുന്ന മാനസി ഇന്ന് ആ സെൽവാർ ഇട്ടപ്പോൾ നല്ല ഭംഗിയുണ്ടെന്ന് അവൾക്ക് തോന്നി. ഒരു യെല്ലോ സെൽവാറായിരുന്നു മാനസി ധരിച്ചത്, മയൂരി വൈറ്റ് സെൽവാറും. രണ്ടുപേരും നന്നായി തന്നെ റെഡിയായി. അവർ താഴേക്ക് വരുമ്പോൾ കണ്ടു അവിടെ സോഫയിൽ ഇരുന്ന് ചായ കുടിക്കുന്ന സൂര്യനെയും ജയദേവിനെയും. ഞങ്ങൾ കുറേ നേരമായി റെഡിയായി നിൽക്കുന്നു, നിങ്ങളോടൊപ്പം എവിടെയെങ്കിലും പോകാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല, എത്ര സമയമെടുക്കും ഒരുങ്ങാൻ, ജയദേവ് പറഞ്ഞു. അല്ല, സൂര്യൻ സാറ് വരുന്നുണ്ടോ? മാനസി ചെറിയൊരു പേടിയോടെ ചോദിച്ചു. എന്താ, ഞാൻ വരുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ മാനസിക്ക്? സൂര്യൻ ചോദിച്ചു. ഇല്ല സാർ, മാനസി പറഞ്ഞു. സൂര്യൻ അവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റു. പോകാം. അല്ല സാർ, ഗീത വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, മയൂരി പറഞ്ഞു.
തൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട്. ഞാൻ അകത്തേക്ക് കയറിയിരിക്കാൻ പറഞ്ഞു. പക്ഷേ ആൾ സമ്മതിച്ചില്ല. ദേ അവിടെ പുറത്തിരിക്കുന്നുണ്ട്. സൂര്യൻ പറഞ്ഞതും മയൂരി വേഗം പുറത്തേക്ക് ചെന്നു. ഹാളിലേക്ക് കയറുന്നതിന് മുമ്പ് ചെറിയൊരു ലിവിങ് ഏരിയയുണ്ട്. അവിടെ ഇരിക്കുന്നുണ്ട് ഗീത. ഒരു സെറ്റ് മുണ്ടും ഉടുത്തിട്ടുണ്ട്. അതിനു മുകളിലായി ഒരു ജാക്കറ്റും ഇട്ടിട്ടുണ്ട്. തണുപ്പ് നല്ല കൂടുതലാണ്. അതുമാത്രമല്ല, ഭയങ്കര കോടമഞ്ഞുമാണ്. എന്നാ പോകാം എന്ന് പറഞ്ഞ് സൂര്യനും ജയദേവും മുന്നിലായി നടന്നു. പുറകിലായി ഗീതയും മയൂരിയും മാനസിയും നടന്നു. സൂര്യനെ ജയൻ നോക്കുന്നുണ്ട്. അവന് മാനസിയോട് സംസാരിക്കണം എന്നുണ്ട്. പക്ഷേ മയൂരിയും ഗീതയും മാനസിയും സംസാരിച്ച് വരുന്നത് കൊണ്ട് അവന് അവളോട് സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് അവരുടെ പുറകെ 2-3 സ്ത്രീകൾ വരുന്നത് അവർ കണ്ടത്. ഗീതയെ കണ്ടതും പിന്നെ അവളോട് സംസാരിച്ചു. ഗീത, ചേച്ചി, ഞാൻ ഇവരുടെ ഒപ്പം ചെല്ലട്ടെ? ഞാൻ വേഗം ചെന്ന് വഴിപാടുകൾ കഴിക്കാനുള്ള തട്ടമെല്ലാം വാങ്ങാം. നിങ്ങൾ പതിയെ വന്നാൽ മതി. ചേച്ചിയുടെ ഒപ്പം സാറും ഇവരൊക്കെ ഉണ്ടല്ലോ. ഞാൻ പോയിക്കോട്ടെ? അവൾ ചോദിച്ചു. ഞാൻ വേഗം വാങ്ങി വെക്കാവേ എന്ന് പറഞ്ഞുകൊണ്ട് ഗീത അവരുടെ ഒപ്പം പോയി. ഈ കോടമഞ്ഞത്തും അവർ ബാധിക്കുന്ന ഒരു പ്രശ്നമേ അല്ല അല്ലേ? നമ്മളാണ് ഇങ്ങനെ തപ്പിത്തടഞ്ഞ് നടക്കുന്നത്, ജയൻ പറഞ്ഞു. അവൻ പതിയെ മാനസിയുടെ അടുത്തേക്ക് വന്നു. അതെ പെങ്ങളെ, ഞാനേ ഈ മുതലിൻ്റെ ലവറാണ്. അതായത് വിവാഹം ഉറപ്പിച്ചു വെച്ചിട്ടില്ല, ഞങ്ങൾ ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇവള് പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. നിങ്ങളുടെ ഈ സാറിനും അറിയാം. ഞാൻ അതുകൊണ്ട് ഇവളോടൊന്ന് സംസാരിച്ചോട്ടെ? മോൾക്ക് കമ്പനി ഇവൻ തരും. അല്ലേടാ സൂര്യ? ജയൻ ചോദിച്ചതും സൂര്യൻ ഒന്ന് പുഞ്ചിരിച്ചു. അതുകൊണ്ട് മയൂരിയും കുറച്ച് മുന്നേ നടന്നു. സൂര്യൻ്റെ ഒപ്പം പുറകിലായി ജയദേവനും മാനസിയും സംസാരിച്ചു കൊണ്ട് നടന്നു. എനിക്കറിയായിരുന്നു അവൻ ഇവിടെ എത്തുമെന്ന്, സൂര്യൻ മയൂരിയോടായി പറഞ്ഞു. അപ്പോൾ ഇവർ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് സാറിന് അറിയാമായിരുന്നു അല്ലേ? എനിക്ക് മാത്രമല്ല, അച്ഛനും അറിയാം. പിന്നെ നമ്മുടെ മുത്തശ്ശിക്കും അറിയാം. പക്ഷേ മറ്റാർക്കും അറിയില്ല കേട്ടോ, സൂര്യൻ പറഞ്ഞു. എന്നിട്ട് എന്തിനാ അവരെ 2 സ്ഥലത്തേക്കാക്കിയത്? അതോ, 2 പേരും ഒരേ ഓഫീസിലായിരുന്നു. പക്ഷേ എപ്പോഴും എനിക്ക് ആ ജയദേവ് എന്ന് പറയുന്ന ആ കോഴിയെ അവളുടെ ക്യാബിനിൽ നിന്നും പിടിച്ച് പുറത്താക്കാനേ നേരം ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണോ സാറ് അവരെ 2 പേരെയും മാറ്റിയത്? മയൂരി ചോദിച്ചു. അതൊന്നും അല്ലടോ. ശരിക്കും കാരണം ഹൈദരാബാദിലെ നമ്മുടെ ഓഫീസിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. നമ്മളത് ഒരു കമ്പനി ലേലത്തിന് വെച്ചപ്പോൾ എടുത്തതാണ്. അതിൻ്റെ കാര്യങ്ങളെല്ലാം അവിടെ നിന്ന് നോക്കാൻ ഒന്നുകിൽ ഞാനോ അല്ലെങ്കിൽ അവനോ അവിടെ വേണമായിരുന്നു. ഞാൻ ഏട്ടൻ്റെ ഒരു ആവശ്യവുമായി ഇങ്ങോട്ട് പോന്നു. പിന്നെ അവനെ അവിടെ നിർത്തി. അതിൻ്റെ പരിഭവവും പിണക്കവും കുറച്ചുനാളുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ മാറി. അവനെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. എനിക്ക് ആകെ കൂടിയുള്ള ഒരേ ഒരു ഫ്രണ്ട്. ഞങ്ങളുടെ ബന്ധം കുറച്ചുകൂടി കൂട്ടാൻ വേണ്ടി തന്നെയാണ് ഏട്ടനെയും ഏട്ടത്തിയെയും തമ്മിൽ ഒന്ന് അടുപ്പിച്ചത്. പക്ഷേ അത് ആളിക്കത്തി. ആ പ്രണയം അവരിൽ ഞങ്ങളെക്കാൾ മുൻപ് മുട്ടിട്ടു എന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു, സൂര്യൻ പറഞ്ഞു. അത് കേട്ട് മയൂരി ചിരിക്കുന്നതും സൂര്യൻ നോക്കി. അവൻ അവളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവനിപ്പോൾ അറിയാം തൻ്റെ മനസ്സിലുള്ള മയൂരിയോടുള്ള വികാരത്തിൻ്റെ പേര് പ്രണയമാണെന്ന്. പക്ഷേ അവളത് എങ്ങനെ എടുക്കുമെന്നറിയില്ല. ആകാശത്തിൽ നിന്നും അങ്ങനൊരു അനുഭവം ഉള്ളതുകൊണ്ട് ഒരിക്കലും ചിലപ്പോൾ അവൾ തൻ്റെ പ്രണയത്തെ സ്വീകരിക്കില്ല. ഇനി അവൾക്ക് ആകാശിനെ ഇഷ്ടമായിരുന്നോ എന്നെല്ലാം സൂര്യൻ്റെ മനസ്സിലൂടെ കടന്നു വന്നു. എന്തായാലും ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് അവളോട് തൻ്റെ മനസ്സിലെ ഇഷ്ടം പറയാൻ സൂര്യൻ തീരുമാനിച്ചു. ഇങ്ങനൊരവസ്ഥയൊന്നും അവനുണ്ടായിട്ടേയില്ല. എന്തുണ്ടെങ്കിലും അത് ആരോടും തുറന്നു പറയാനുള്ള ഒരു മനക്കരുത്തുണ്ടായിരുന്നു സൂര്യനാരായണൻ എന്ന സൂര്യന്. പക്ഷേ ഇപ്പോൾ എന്താ പറ്റിയത്? അവൻ സ്വയം ആലോചിച്ചു. ഒരു പെണ്ണിനോട് ഇഷ്ടം പറയാൻ എന്തിനായിരിക്കും ഇത്ര മടി കാണിക്കുന്നത്? ഇനി അവൾ തന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ അത് ആലോചിക്കാനേ പറ്റില്ല. ജീവിതത്തിൽ ആദ്യമായി തോന്നിയ പ്രണയമാണ്. ആ പ്രണയം അവളെ നിരസിച്ച അത് ആലോചിച്ചപ്പോൾ അവൻ്റെ നെഞ്ചിൽ ഒരു വിങ്ങൽ തോന്നി. അവൻ അവൻ്റെ കൈയെടുത്ത് നെഞ്ചിൽ വെച്ചു. വേണ്ട, അവളുടെ മനസ്സറിയണം ആദ്യം എന്നവൻ തീരുമാനിച്ചു. അമ്പലത്തിൻ്റെ അടുത്തെത്തിയതും ഈശ്വര, ഇനിയിപ്പോൾ ഈ പടികൾ മുഴുവൻ കയറണോ ഈ തണുപ്പത്ത്? ജയദേവ് ചോദിച്ചു. സൂര്യ, നിങ്ങൾ 2 പേരും പോയിട്ട് വാ, ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം. എനിക്ക് വയ്യ ഈ തണുപ്പത്ത്, ഈ കോടമഞ്ഞിൽ ഈ പടികൾ മുഴുവനും കയറാൻ, ജയദേവ് മുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഒരുപാട് പടികളുണ്ട്. ആ പടികൾ കയറി വേണം
ദേവീനടയിലെത്താൻ. നീ ഇങ്ങോട്ട് വാ. വല്ലപ്പോഴുമൊക്കെ ഇങ്ങോട്ടേക്ക് വരാൻ പറ്റൂ. എപ്പോഴും നമ്മൾ വരുന്നൊന്നുമില്ലല്ലോ. അതുകൊണ്ട് നീ വാ, നമുക്ക് സംസാരിച്ചുകൊണ്ട് നടക്കാം, സൂര്യൻ പറഞ്ഞു. മാനസിയും കൂടി വിളിച്ചപ്പോൾ പിന്നെ ജയദേവ് മറുത്തൊന്നും പറഞ്ഞില്ല. എന്നാലും സൂര്യനും മയൂരിയും ഒരുമിച്ച് തന്നെയാണ് നടന്നത്. അത് മാനസിക്കും ജയദേവിനും സംസാരിക്കാനുള്ള അവസരം കൊടുത്തതാണ്. പടികൾ കയറി മുകളിലേക്ക് എത്തിയപ്പോൾ കണ്ടു, ദേവീനടയിൽ കത്തിച്ചു വച്ചിരിക്കുന്ന വിളക്കുകളുടെ ദീപപ്രഭ മാത്രമേ കാണാൻ പറ്റൂ. അത്രയും മൂടൽ മഞ്ഞാണ്. അടുത്ത് ആരെങ്കിലും നിന്നാൽ പോലും അറിയാൻ പറ്റുന്നില്ല. മോളെ മാനസി, കൈ പിടിച്ചോട്ടോ, ഇവിടെ കൈവിട്ട് കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ജയദേവ് മാനസിയുടെ കൈ പിടിച്ചു. സൂര്യ, നീ മയൂരിയുടെ കൈ പിടിച്ചോ. കൈവിട്ട് കഴിഞ്ഞാൽ ഇതിൽ ഏതാണ് മാനസി, ഏതാണ് മയൂരി, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണോ നമ്മുടെ കയ്യിൽ പിടിക്കുന്നത് എന്നൊന്നും അറിയാൻ പറ്റില്ല. അതുകൊണ്ട് കൈ പിടിച്ചോ. ജയദേവൻ പറഞ്ഞതും സൂര്യൻ മയൂരിയെ നോക്കി. മയൂരിയും അവനെ നോക്കി. രണ്ടുപേരുടെയും മുഖത്തെ ഭാവങ്ങൾ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത്രയും കോടമഞ്ഞായിരുന്നു. മയൂരി, സൂര്യൻ വിളിച്ചുകൊണ്ട് തന്നെ അവളുടെ കയ്യിൽ പിടിച്ചു. അതെ സൂര്യ, കൈ പിടിച്ചിരിക്കുന്നത് മയൂരി തന്നെയാണെന്ന് നോക്കിക്കോട്ടടാ, ജയദേവൻ പറഞ്ഞു. ഒന്ന് ചോദിച്ചു നോക്കൂ എന്ന് പറഞ്ഞതും മയൂരി, അതെ സർ, ഞാൻ തന്നെയാണ്, അവൾ പതിയെ പറഞ്ഞു. വെറുതെ അല്ല ഇവിടെ ആ പൂവ് ആർക്കും കിട്ടാറില്ല എന്ന് പറയുന്നത്. ഈ കോടമഞ്ഞിൽ ആ പൂവ് തിരുമേനി പോലും കണ്ടിട്ടുണ്ടാവില്ല. ഇനി കിട്ടിയാലും അത് ആ പൂവ് തന്നെയാണെന്ന് എങ്ങനെ അറിയാം, ജയദേവ് പറഞ്ഞു. വാ, നമുക്ക് ആദ്യം ഒന്ന് പ്രദക്ഷിണം വയ്ക്കാം. ആളുകളെ ഒരു നിഴല് പോലെ കാണുന്നുണ്ട്. ഇവരുടെ പുറകെ നടക്കാം. പിന്നെ തട്ടി വീഴരുത്. ഇവിടെ വെച്ച് നമ്മൾ തമ്മിൽ മിസ്സായാലും താഴെ പടികൾക്ക് ഏറ്റവും താഴെ നിൽക്കണം. കേട്ടോ സൂര്യ, ജയദേവ് പറഞ്ഞു. അത് സൂര്യന് സമ്മതിച്ചു. പക്ഷേ സൂര്യൻ്റെ മനസ്സ് ഒരുപാട് സന്തോഷത്തിലായിരുന്നു. കാരണം അവൻ്റെ കൈക്കുള്ളിൽ മയൂരിയുടെ കൈകളുണ്ട്. അത് അവനെ ഒരുപാട് സന്തോഷിപ്പിച്ചു. ആദ്യമായി എൻ്റെ കൈക്കുള്ളിൽ ഒരു പെൺകുട്ടിയുടെ കൈ, അതും താൻ പ്രണയിക്കുന്ന തൻ്റെ പെണ്ണ്, അതും ഈ ദേവീ നടയിൽ വെച്ച് തന്നെ. ആ കൈ പിടിക്കാൻ സാധിച്ചതിൽ സൂര്യന് ഒരുപാട് സന്തോഷം തോന്നി. എന്നാൽ സൂര്യൻ കൈ പിടിച്ചപ്പോൾ മയൂരിയിലും അവസ്ഥ അതുതന്നെയായിരുന്നു. ദേവീ നടയിൽ വെച്ച് തൻ്റെ കൈ പിടിച്ചിരിക്കുന്ന സൂര്യൻ്റെ മുഖം അവളുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വരികയായിരുന്നു. അതോടൊപ്പം തന്നെ അവളുടെ മനസ്സിൽ ആകാശിനോട് പോലും തോന്നാത്ത ഒരു വികാരം സൂര്യനോട് അവൾക്ക് തോന്നിത്തുടങ്ങി. ഹായ്, ഞാനാണ് കാർത്തിക. ലെങ്ത് നന്നായിട്ട് കൂട്ടിയിട്ടുണ്ട്. അതിന് കാരണം ഞാനിനി വലിച്ചു നീട്ടി എന്ന് പറയേണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ്. എനിക്ക് ഇന്ന് ഈ അമ്പലത്തിൻ്റെ സിറ്റുവേഷൻ എത്തിക്കണമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ലെങ്ത് കൂട്ടിയിട്ടത്. അപ്പോൾ ദേ, നമ്മുടെ സൂര്യൻ്റെയും മയൂരിയുടെയും മനസ്സിലെ പ്രണയം രണ്ടുപേരും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇനി എങ്ങനെയാണെന്ന് വരും ഭാഗങ്ങളിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.